ഹലോ ഫ്രണ്ട്സ്, PSC സ്റ്റഡിയിലേക്ക് സ്വാഗതം. നമുക്ക് മുൻ വർഷം ചോദിച്ച കുറച്ച് മാത്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. 3/7 ഹരിക്കണം 4/7 ഇങ്ങനെ ചോദിക്കുമ്പം 3/7 ഹരിക്കണം പറയുമ്പോൾ നമ്മൾ ഇൻറ്റു ചെയ്തിട്ട് ഓപ്പോസിറ്റ് അഥവാ 4/7 7/4 എന്ന് ചെയ്യാം. എന്നിട്ട് ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഈ 7 വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3/4. ആൻസർ എത്രയാ? 3/4. അടുത്ത ക്വസ്റ്റ്യൻസ് ഇതൊക്കെ LGS ലെവലിൽ ചോദിച്ചതാണ്. LDC ലെവലിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. m⁵ m⁴ ഇങ്ങനെ കാണുമ്പോൾ ഇത് കൃത്യങ്ങൾ പറഞ്ഞൊരു മാത്സ് ആണ്. അഥവാ a⁴m × a⁴n a⁴m+n ഈ ഒരു രീതിക്കാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഇത് കാണുമ്പോൾ ഇതേ ഇതിലാണ് ഇത് ചെയ്യേണ്ടത്. a⁴m × a⁴n a⁴m+n. അപ്പോൾ ഇതിലെങ്ങനെ വരും ചോദിക്കുമ്പോൾ m⁵ × m⁴ m⁵ അപ്പോൾ m⁴9. ആൻസർ ഏതാ? m⁴9. അടുത്തത് നോക്കിയോ. അടുത്തത് 48, 24, 12, 6 അപ്പുറമുള്ളത് ഏതാണെന്ന്. അപ്പൊ നമുക്ക് നോക്കിയാൽ മനസ്സിലാകില്ലേ? 6 × 2 ആണ് 12 അല്ലേ? 12 × 4 ആണ് 12 × 2 ആണ് 24. 24 × 2 ആണ് 48. അപ്പൊ നമ്മൾ ഇതിന് മുന്നേ ഏതായിരിക്കും? ഏത് ചേർന്നാലാണ് 6 ആയിരിക്കുക? 3 × 2 6. അപ്പൊ ഇവിടെ ആൻസർ 3. കറക്റ്റായി വന്നില്ലേ? അടുത്തത് 1000 രൂപയുടെ 1/2 ഭാഗം രമേശും 1/4 ഭാഗം തോമസും എടുത്തു. ഇനി എത്ര രൂപ മിച്ചമുണ്ട്? അപ്പോൾ 1000 രൂപയുടെ 1/2 അഥവാ അര ഭാഗം അല്ലേ? എത്ര? 500 അല്ലേ? പിന്നെ എന്താണ്? 1000 രൂപയുടെ 1/4 ഭാഗം എത്ര? 250 അല്ലേ? അപ്പൊ 500ഉം 250ഉം എത്രയായി? 750. അപ്പൊ ബാലൻസ് എത്ര ഉണ്ടാകും? ബാലൻസ് 1000ൽ നിന്ന് 750 പോയാൽ 250. ബാലൻസ് 250. അടുത്തത് പലിശയുടെ കണക്ക് കേട്ടോ. ബഷീർ 20,000 രൂപ 10% നിരക്കിൽ സാധാരണ പലിശ കണക്കാക്കുന്ന ബാങ്കിൽ നിക്ഷേപിച്ചു. 2 വർഷം കഴിഞ്ഞ് ബഷീറിന് എത്ര രൂപ കിട്ടും? ഇത് സാധാരണ പലിശയാണല്ലോ. അപ്പൊ നമുക്കൊന്നും ചെയ്യേണ്ടതില്ല. 20,000 അല്ലേ എമൗണ്ട്? 10% നിരക്കിൽ അല്ലേ? 10% നിരക്കിൽ എത്ര വർഷത്തേക്ക്? 2 വർഷത്തേക്ക്. എത്ര വർഷം? 2 വർഷത്തേക്ക്. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഈ 2 0 ഈ 2 0 ക്യാൻസലാവും. പിന്നെ 4ഉം 3 0 എത്ര? 4000 രൂപ പലിശ മാത്രം. മുതലും കൂടി ചേർന്നാൽ 20,000 പ്ലസ് 4000 24,000. അടുത്ത മാത്സ് 590 എന്ന സംഖ്യ 1180ന്റെ എത്രന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പോൾ ഒന്നുമില്ല, നമുക്കിപ്പോൾ ഒരു എക്സാമിന് 100 മാർക്കിന്റെ എക്സാമല്ലേ നടത്തുക. അതിൽ നമുക്ക് എത്ര മാർക്ക് കിട്ടി? 50 മാർക്ക് കിട്ടിയില്ലേ? അപ്പോൾ ഈ ശതമാനത്തിലാക്കാൻ 100 കൊണ്ട് ചെയ്യും. അങ്ങനെ ആ ഒരു മെത്തേഡിൽ അഥവാ ഈ 590/1180 × 100 ഇത് ശതമാനമാണ് കേട്ടോ. അപ്പോൾ ഇത് ക്യാൻസലാകും. ഇത് നമ്മൾ വെട്ടി കുറയ്ക്കുകയാണ് കേട്ടോ. ഈ 59 ക്യാൻസലായ എത്ര ശതമാനമാണ്? 50%. എത്ര ശതമാനമാണ്? 50%. അടുത്തത് PSCയിൽ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ കാണും അല്ലേ? മകന്റെ പ്രായത്തിന്റെ 3 ഇരട്ടിയാണ് ഇപ്പോൾ അച്ഛന്റെ പ്രായം. 10 വർഷം കഴിഞ്ഞ് മകന്റെ പ്രായത്തിന്റെ ഇരട്ടിയാകും അച്ഛന്റെ പ്രായമെങ്കിൽ മകന്റെ ഇപ്പോഴത്തെ പ്രായം എത്ര? ഇങ്ങനെ കാണുമ്പോൾ മകൻ സൺ അല്ലേ? അച്ഛൻ ഫാദർ F. എന്നിട്ട് എന്താ പറയുന്നത്? മകന്റെ പ്രായത്തിന്റെ 3 ഇരട്ടി. അപ്പൊ മോന് 1 ആണെങ്കിൽ അച്ഛന് 3. 3 ഇരട്ടി പറയുമ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. പിന്നെന്താ പറയുന്നത്? ഇപ്പോൾ അച്ഛന്റെ 3 ഇരട്ടിയാണ് ഇപ്പോൾ അച്ഛന്റെ പ്രായം. 10 വർഷം കഴിഞ്ഞ്. അപ്പൊ നമ്മൾ ഈ ഏജ് അങ്ങോട്ടേക്ക് മാറ്റി എഴുതുക. 10 വർഷം കഴിഞ്ഞ് മകന്റെ പ്രായത്തിന്റെ ഇരട്ടിയാകും. മകൻ 1 ആകുമ്പോൾ
അച്ഛന് 2 അപ്പോഴല്ലേ ഇരട്ടിയാവുക, 1ന്റെ ഇരട്ടിയായി 2 അങ്ങനെ. എന്നിട്ട് എന്താ ചോദിക്കുന്നതെങ്കിൽ മകന്റെ ഇപ്പോഴത്തെ പ്രായം ചോദിക്കുമ്പം ഇതാണ് കേട്ടോ. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും? 1 ഇൻറ്റു ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 1 അല്ലേ. പിന്നെ എന്താ എഴുതേണ്ടത്? ഈ വർഷം 10 അതേ ബൈ ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം 1 3 3 മൈനസ് 1 2 1 അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ വെട്ടാനൊന്നുമില്ല. ഇവിടെ 10. ആൻസർ എത്രയാണ്? മകന്റെ ഇപ്പോഴത്തെ പ്രായം 10. മകന്റെ ഇപ്പോഴത്തെ പ്രായം എത്രയാണ്? 10.